നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തിയാണോ? എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കാനായിട്ട് കഴിയും. ഈ ലോകത്തെയും നിങ്ങളുടെ സാഹചര്യങ്ങളെ തന്നെ ചലിപ്പിക്കുവാനായിട്ട് സാധിക്കും. സാത്താൻ നിങ്ങൾക്കെതിരെ കെട്ടിയുണ്ടാക്കിയ യെരിഹോ കോട്ടകളെ പ്രാർത്ഥനയിൽ നിങ്ങൾ തകർക്കുകയാണ്. ചിലർ ചിന്തിക്കുന്നത് വെറുതെ അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെ ശൂന്യതയിൽ നടത്തുന്നതായ ഒരു നിലവിളി മാത്രമാണ് പ്രാർത്ഥന എന്നാണ്. എന്നാൽ അതൊന്നുമല്ല. മറിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ദുഷ്ടാത്മസേനകൾ പടുത്തുയർത്തിയതായ കോട്ടകളെ ഇടിച്ച് തകർക്കുകയാണ്. പുറമെ ഒന്നും കാണുന്നില്ല എങ്കിലും നിങ്ങൾ ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സാത്താന്റെ സാമ്രാജ്യത്തെ തന്നെ തകർത്തുകൊണ്ട് നിങ്ങൾ മുന്നേറുന്ന ഒരു അനുഭവമാണ് ഓരോ പ്രാർത്ഥനാ നിമിഷങ്ങളും. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന ഓരോ സാഹചര്യങ്ങളും. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവരുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, സാത്താൻ്റെ സാമ്രാജ്യങ്ങളെ ഇടിച്ചു തകർത്തു എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീക ജീവിതത്തിൽ ഒരു മുന്നേറ്റം നടത്താനും നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമുക്ക് ജയാളികളായി ഈ ഭൂമിയിൽ ജീവിക്കാനും സാധ്യമുള്ളൂ. ഒരു വ്യക്തി ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ സമയത്തെ മാറ്റിവെക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമെങ്കിൽ നിശ്ചയമായും ഇതിൽ പറയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ജീവിത അനുഭവത്തെ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ ചിന്തയിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ഫാമിലി എന്നെ അവരുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുകയുണ്ടായി. ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ കാണുന്നതായിട്ടുള്ള കാഴ്ച, ആ വീട്ടിലെ 2 ആൺമക്കളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടുള്ള ഇളയ മകൻ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ബോധരഹിതനായിട്ട് കിടക്കുന്നതായ കാഴ്ചയാണ്. അവൻ ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. ഏതാണ്ട് 2 വർഷത്തിലധികമായി ഇവൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ബോധരഹിതനായിട്ട് നിലത്ത് വീഴാനിടയായി. അത് ഒരുപക്ഷെ സ്കൂളിൽ വെച്ചാവാം, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാവാം, വീട്ടിൽ വെച്ചാകാം. അങ്ങനെ അസ്വസ്ഥരായിട്ടുള്ള മാതാപിതാക്കൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഒരുപക്ഷെ നെർവ്സിൻ്റെ എന്തെങ്കിലും പ്രയാസമായിരിക്കുന്നുവെന്ന് കരുതി അവർ വിവിധങ്ങളായിട്ടുള്ള പരിശോധനകൾ നടത്തി, പല വിധത്തിലുള്ളതായിട്ടുള്ള സ്കാനിങ്ങുകൾ നടത്തി. എങ്കിൽ തന്നെയും ഈ മകന് യാതൊരു രോഗമുള്ളതായി കണ്ടുപിടിക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിയും തോറും, നാളുകൾ കഴിയും തോറും ഈ മകൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഞാൻ അവിടെ എത്തുന്നതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നാളുകളായിരുന്നു. പക്ഷെ അടിക്കടി ഈ രോഗം അവനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ട് വീട്ടുകാരും എല്ലാവരും തന്നെ വളരെയധികം ഭാരപ്പെടുവാനും അസ്വസ്ഥത അനുഭവിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ആ ഭവനത്തിൽ ചെന്ന് ബോധരഹിതനായി കിടക്കുന്നതായിട്ടുള്ള അവനെ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കാനായിട്ടിടയായി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമായി, ഈ മകന് രോഗമല്ല, മറിച്ച് ഏതോ ഒരു പൈശാചികമായ പോരാട്ടമാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് 3 ദിവസം ആ കുടുംബത്തോട് ഉപവസിക്കുവാനായിട്ട് പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചിട്ട് അവർ പിറ്റേ ദിവസം മുതൽ തന്നെ
അവർ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് 3 ദിവസം തൻ്റെ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഉപവസിക്കാനായിട്ട് തുടങ്ങി. 3-ാമത്തെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ മകൻ്റെ രോഗ കാരണം എന്താണെന്ന് വ്യക്തമായി ഒരു ദർശനത്തിലൂടെ കാണിച്ചു തരുവാനിടയായി. ആ കുടുംബത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ആ പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടുകൂടി ആ മകൻ്റെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ പൂർണ്ണമായി അഴിയുവാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ, തുടർന്ന് അവൻ്റെ ഹയർ സ്റ്റഡീസ് എല്ലാം നടത്തി ഹല്ലേലൂയ ഇന്ന് ഒരു വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥിയായിരിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ചില ആത്മീക രഹസ്യങ്ങൾ വെളിപ്പെടുന്നത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയാണ്. അതോടൊപ്പം തന്നെ ചില വിടുതലുകൾ നടക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ്. നിങ്ങൾക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള മനസ്സുണ്ടെങ്കിൽ അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും പ്രാപിച്ച് മുന്നേറാനായി ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 40 ദിവസം ഉപവസിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്, 21 ദിവസം ഉപവസിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചവരെ കുറിച്ചും 1 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചവരെയും കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ദിവസം എത്ര നേരം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാനായിട്ട് കഴിയും എന്നെനിക്കറിയത്തില്ല. എന്നാൽ നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മളോട് ഇടപെടും, സംസാരിക്കും. ചിലരൊക്കെ വിചാരിക്കുന്നത് ഉപവാസം എന്ന് പറയുന്നത് ഈ ആഹാരം മാറ്റിവെച്ചിട്ട് കുറേ സമയം ഇരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഉപവാസം എന്നാണ് പലരും വിചാരിക്കുന്നത്. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോടൊപ്പം അധിവസിക്കുക എന്നാണ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ നന്നേ രാവിലെ ഒരുങ്ങി നീ സ്തോത്രം എൻ്റെ സന്നിധിയിലേക്ക് കയറി വരിക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മോശ താനായിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. എന്താണ് ഉപവാസം എന്ന് പറയുന്നത്? നമ്മളായിരിക്കുന്നതായ ഭൗതിക ചുറ്റുപാടുകളിൽ നിന്ന്, ലോക വ്യാപാരത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമയം ചെലവഴിച്ച് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതായ നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ്, ദിവസങ്ങളാണ് ഉപവാസത്തിൻ്റെ സമയങ്ങളെന്ന് പറയുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പറ്റുമെങ്കിൽ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിനോട് പറയണം, ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ അവിടെ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വിഷയത്തെ വച്ച് നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യങ്ങൾ വിറയ്ക്കാനായി തുടങ്ങും. അവൻ്റെ സ്തോത്രം സകല ശക്തിയോടും കൂടി അവൻ നിങ്ങൾക്കെതിരെ വന്നാലും ശരി, ഹല്ലേലൂയ, നിങ്ങളെ തൊടാനായിട്ട് കർത്താവ് അനുവദിക്കാത്തിടത്തോളം കാലം ഒരു ശക്തിയും ഒരു തിന്മയും നിങ്ങൾക്ക് വരുത്തുകയില്ല എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. നാം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിശാചിനെ ജയിക്കാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. പിശാചിനെ ജയിക്കാനുള്ള ഒരു ശക്തി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുമ്പോൾ നമ്മിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പിശാച് തന്ത്രശാലിയാണ്.
അവൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് പലതരത്തിലുള്ളതായ പ്രലോഭനങ്ങളും തന്ത്രങ്ങളുമായിട്ട് വന്ന് നമ്മെ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, സാത്താൻ നമ്മളെ തോൽപ്പിക്കാനായിട്ട് പല തരത്തിൽ അവൻ പ്രവർത്തിച്ചെന്നിരിക്കാം. എന്നാൽ നാം അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കും. എപ്പോഴാണ് നമ്മൾ ഈ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നത്? ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നാണ്. അതായത് ഈ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ എപ്പോഴും ആത്മാവിൻ്റെ ഹിതത്തിന് വിരുദ്ധമാണ്. ഈ ശരീരം എപ്പോഴും ഈ ജഡത്തിന് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ജഡാഭിലാഷത്തെ നമ്മൾ നിവർത്തിക്കുകയില്ല. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നിങ്ങൾ നിവർത്തിക്കുകയില്ല എന്നാണ്. നോക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു അതിൻ്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത്, യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്താൻ തുടങ്ങി. ഒരു ദൈവത്തിൻ്റെ പൈതല് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കാൻ തുടങ്ങും. എന്താണ് ആത്മീക ജീവിതം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ് ആത്മീക ജീവിതം. യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സാത്താൻ സ്തോത്രം അവൻ്റെ അടുക്കലേക്ക് പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ഈ പ്രലോഭനങ്ങളിൽ തോറ്റുപോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാച് ജഡത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് കഴിഞ്ഞു എന്ന് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ അനുഭവം നമ്മൾ പഴയ നിയമത്തിനകത്ത് ആദി മാതാപിതാക്കളിൽ കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് തേജസ്സിനാൽ നിറയപ്പെട്ടിരുന്നതായ ആദി മാതാപിതാക്കളായ ആദമും ഹവ്വയും ഏദനിൽ കഴിയുമ്പോൾ പിശാച് തന്ത്രവുമായിട്ട് ഈ ആദം ഹവ്വയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാനായിട്ട് കാമ്യവും എന്ന് കണ്ടിട്ട് സ്തോത്രം അവർ അതെ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച് പിശാചിന്റെ പ്രലോഭനത്തിൽ വീണ് ആത്മീക മരണം സംഭവിച്ചവരായി ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അതേ ദുഷ്ടപിശാച് ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കും കടന്നു വന്ന് യേശുവിനെയും പ്രലോഭിപ്പിക്കാനായിട്ടിടയായി. 1-ാം ആദാം പരാജയപ്പെട്ട ഇടത്ത് 2-ാം ആദാമായ യേശു കർത്താവ് പിശാചിന്റെ സകല പരീക്ഷകളെയും ജയിച്ച് ഹല്ലേലൂയ യേശു കർത്താവ് മുന്നേറാനായിട്ടിടയായി. അതിനെന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഒന്ന്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ലഭിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുവായ സാത്താൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പ്രലോഭനങ്ങളും സ്തോത്രം തന്ത്രങ്ങളുമായിട്ട് ചെന്നുവെങ്കിൽ നമ്മുടെ അടുക്കലും പലതരത്തിലുള്ള പ്രലോഭനങ്ങളുമായിട്ടായിരിക്കും അവൻ വരുന്നത്. നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് തെറ്റിക്കാൻ, നമ്മെ വിശ്വാസത്തിൽ നിന്നും ആരാധനയിൽ നിന്നും തെറ്റിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാനായി അവൻ നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കും. പല വ്യക്തികളിലൂടെ അവൻ പ്രവർത്തിക്കും.
പല തരത്തിൽ അവൻ നമ്മളോട് ഇടപെടും. സ്തോത്രം. അങ്ങനെ നമ്മെ കുറേശ്ശെയായി ദൈവിക ബന്ധത്തിൽ നിന്ന് അകറ്റി, സ്തോത്രം, നമ്മെ പൂർണ്ണമായി ഹല്ലേലൂയ നശിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഗൂഢതന്ത്രമാണ്. ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച്, ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളിൽ വെളിപ്പെടുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ ആ പദ്ധതിയിലേക്ക് എത്തപ്പെടരുത് എന്നാഗ്രഹിക്കുന്നതായ ഒരു ശത്രു എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. അവൻ അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഇന്ന് അനേക ദൈവത്തിൻ്റെ മക്കള് അവരുടെ ദൈവിക ഉദ്ദേശം എന്തെന്നറിയാതെ അവരുടെ കണ്ണുകൾ കുരുടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുട്ടിൽ കഴിയുകയാണ്, ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്നു കഴിയുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു എഴുന്നേൽപ്പാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ ആരാഞ്ഞ് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറഞ്ഞ് ശക്തിയുള്ള ദൈവത്തിൻ്റെ മക്കളായി ഹല്ലേലൂയ മുന്നേറണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രണ്ടാമതായി ദൈവദൂതഗണങ്ങളുടെ ഒരു സഹായം നമുക്ക് ലഭിക്കാനായിട്ട് തുടങ്ങും. 1000 ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഓരോ ദൈവത്തിൻ്റെ മക്കളെയും സഹായിക്കാനായി ദൈവം സ്വർഗത്തിലെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ ബലപ്പെടാനായി തുടങ്ങുമ്പോൾ ഒരു ദൂത സൈന്യത്തെ തന്നെ ദൈവം തമ്പുരാൻ നമ്മുടെ അടുക്കലേക്ക് അയക്കും. 91 സങ്കീർത്തനം പറയുന്നത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുന്നതായിട്ടുള്ള ഒരു ദൈവ പൈതലിനെ അവൻ്റെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കൈകളിൽ വഹിക്കുവാനായിട്ട് ദൈവദൂതനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ 1000 പേരും 10,000കളും വന്നാലും ശരി, സ്തോത്രം, അവ ഒന്നും നമ്മുടെ അടുക്കൽ എത്താതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതഗണങ്ങളെ കൊണ്ട് കാവൽ ചെയ്യുമെന്നും ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് യേശുവിലേക്ക് ഒന്ന് വരാം. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് മർക്കോസ് വിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവനെ സംരക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ശുശ്രൂഷ ലഭിച്ചു എന്നാണ്. അവിടെ 13-ാമത്തെ വാക്യം പറയുന്നത് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നാണ്. അതായത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് സാത്താൻ പലതരത്തിലുള്ള പ്രതികൂലങ്ങളുമായി നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മറുഭാഗത്ത് ദൈവത്തിൻ്റെ ദൂതന്മാര് നമ്മളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരും എന്നാണ്. അതെൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ സഹായിക്കാനായി ദൈവത്തിൻ്റെ ദൂതന്മാര് ഇറങ്ങി വരും. ഉദാഹരണത്തിന് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യഹോശാഫാത്ത് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാനും അദ്ദേഹത്തെ അടിമയായി പിടിച്ചു കൊണ്ടുപോകുവാനുമായിട്ട് 3 രാജാക്കന്മാർ സംഘടിച്ച്, സ്തോത്രം, ഈ രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹം മനുഷ്യരുടെ സഹായം അന്വേഷിക്കാനല്ല നോക്കുന്നത്. തൻ്റെ സൈനിക ബലത്തിൻ്റെ ശേഷി എത്രമാത്രം ഉണ്ട് എന്ന് അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചിട്ട് അദ്ദേഹം ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു, രാജ്യം മുഴുവനും ദൈവത്തിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഉപവസിക്കണമെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഹല്ലേലൂയ ഇതുപോലെ ചില പ്രതികൂലങ്ങൾ കയറി വരാം. നമ്മളെ കീഴ്പ്പെടുത്തുവാൻ, നമ്മളെ തകർത്തു കളയുവാൻ,
വെല്ലുവിളിച്ചുകൊണ്ട് ശത്രു കൂട്ടം കൂടി നമുക്കെതിരെ വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ കാർമേഘം പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതൽ ചെയ്യേണ്ട ആദ്യത്തെ സംഗതി തൻ്റെ സൈനിക ബലത്തിലല്ല, തൻ്റെ കഴിവിലും ബുദ്ധിയിലുമല്ല ആശ്രയിക്കേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി അവന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ പ്രശ്നത്തിന് പരിഹാരം ആരംഭിച്ചു എന്നാണ്. എവിടെയാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ആരംഭിക്കുന്നത്? ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനായി തുടങ്ങുന്ന ഇടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി, അതായത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയത്. യെഹോശാഫാത്ത് ഒരു രാജ്യത്തിന്റെ രാജാവാണ്. ആ മനുഷ്യന് സ്തോത്രം വേണമെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കാമായിരുന്നു. തൻ്റെ അയൽ രാജ്യങ്ങളുടെ ചില സപ്പോർട്ട് ശേഖരിച്ചുകൊണ്ട് ഈ എതിരെ വരുന്ന ശത്രുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് പോകാമായിരുന്നു. പക്ഷേ യെഹോശാഫാത്തിന് ഒരു കാര്യം അറിയാം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് ശത്രുവിനെ ജയിക്കാൻ കഴിയുന്നതെന്നും ദൈവത്തിന്റെ സഹായം കൂടാതെ ഈ ശത്രുവിനെ ജയിക്കാനായിട്ട് കഴിയയില്ല എന്നും തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കാനായി തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആലോചന പറയാനായി ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ മേൽ തൻ്റെ ആത്മാവിനെ പകർന്ന് ദൈവം അവരെ ധൈര്യപ്പെടുത്താനായിട്ട് ഇടയായി. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ച് നമ്മളോട് തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങും. നമ്മളെ ദൈവം ധൈര്യപ്പെടുത്തും, നമുക്ക് വേണ്ടുന്നതായ ഉപദേശവും ആലോചനയും തരും. രണ്ട്, ദൈവം സ്തോത്രം ഈ ശത്രു രാജ്യങ്ങൾക്കെതിരെ, ഈ യുദ്ധത്തിന് വന്നതായ ആളുകൾക്കെതിരെ പതിയിരിപ്പുകാരെ വരുത്തി തമ്മിൽ അവർ പോരാടി തോൽക്കത്തക്ക വിധത്തിൽ ദൈവം അവരുടെ ഇടയിൽ ഒരു സ്തോത്രം ദൂതനെ അയക്കാനായിട്ടിടയായി. ഈ പതിയിരിപ്പുകാരെന്ന് പറയുന്നത് ആരാണ് നമുക്കറിയില്ല, പക്ഷേ ദൈവം തന്നെ യുദ്ധം ചെയ്യാനായിട്ട് തൻ്റെ ദൂതന്മാരെ അയച്ചു എന്നാണ്. യെഹോശാഫാത്തിനോട് ദൈവം പറഞ്ഞത്, യുദ്ധം ദൈവത്തിനുള്ളതാണ്, ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവം യെഹോശാഫാത്തിനെയും തൻ്റെ ആളുകളെയും ധൈര്യപ്പെടുത്തുവാനായിട്ടിടയായി. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഉപജീവനം, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്തകൾ, രോഗങ്ങൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കർത്താവേ, എനിക്ക് എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാൻ കഴിയും? ഞാൻ എങ്ങനെ അതിജീവിക്കും? അടുത്ത ഒരു ചുവട് എവിടെ വയ്ക്കണമെന്നറിയാതെ ഭാരപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിന്റെ സഹായം നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുമെങ്കിൽ, എൻ്റെ പ്രിയ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടും. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഒരു വലിയ വിടുതൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ മേൽ അയക്കുക തന്നെ ചെയ്യുമെന്ന് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇത് കൂടാതെ മാത്രമല്ല, മൂന്നാമതായി ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിൻ്റെ ഒരു ശക്തി അഥവാ ഒരു ദൈവിക അധികാരം പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യേശു ഉപവസിച്ച് കഴിഞ്ഞ് ശത്രു കൊണ്ടുവന്ന സകല പരീക്ഷകളെയും അതിജീവിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. എന്താണ് മടങ്ങിപ്പോയപ്പോൾ സംഭവിച്ചതെന്ന് ലൂക്കോസ് സുവിശേഷകൻ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് കർത്താവ് ഒരു പള്ളിയിൽ ചെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനം വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഈ വചനം നിങ്ങൾ കേൾക്കയിൽ ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന്. ഉടനെ ആളുകളെല്ലാം പറഞ്ഞു, ഇവൻ തച്ചനായ യോസേഫിന്റെ മകനല്ലയോ? ലൂക്കോസ് സുവിശേഷം 4-ന്റെ 22-ാമത്തെ വാക്യം,
എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ യേശു ക്രിസ്തുവിനെ യോസേഫിന്റെ മകനായി, ഒരു സാധാരണക്കാരനായി മാത്രമാണ് കാണാനായി ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നതായ ഒരു ദുരാത്മാവ് ഇളകാനിടയായി, പുറത്തേക്ക് വരാൻ ഇടയായി. ഉടനെ തന്നെ ആ ദുരാത്മാവ് വിളിച്ചു പറയുകയാണ്, യേശുവേ, നസറേനായ യേശുവേ, വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്തു? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. മാനുഷികമായി ആ പട്ടണത്തിലുള്ള ആളുകൾ വിചാരിച്ചത് യേശു ക്രിസ്തു തച്ചനായ ജോസഫിന്റെ മകനായിരുന്നു എന്നാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ലോക മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശത്രുവായ പിശാചിന് അത് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായ ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവശക്തി ലോക മനുഷ്യർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നില്ല. നിങ്ങളെ ഒരു സാധാരണ മനുഷ്യരായിട്ട് തന്നെയാണ് ഒരുപക്ഷെ ലോകം കാണുന്നത്, മറ്റുള്ളവർ ചിന്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതായ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് ശത്രുവിന് നന്നായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. അവൻ നിങ്ങളെ ഭയപ്പെടും. കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ശക്തിയേക്കാൾ ഉന്നതമായ ഒരു ശക്തിയാണ്. അത് ശത്രുവിന്റെ സാമ്രാജ്യങ്ങളെ വരെ ഇടിച്ചു തകർക്കാൻ കഴിവുള്ള ഒരു വലിയ ഡൈനാമിറ്റാണ്. അതുകൊണ്ട് തന്നെ സ്തോത്രം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നത് വെറുതെയല്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്നത് വെറുതെയല്ല. എൻ്റെ പ്രിയ ദൈവത്തിന്റെ പൈതലെ, വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയാണ്. ദുഷ്ടശക്തികളുടെ സാമ്രാജ്യങ്ങൾ ഇളകി അത് ആടുന്നതായിട്ടുള്ള നിമിഷങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ശക്തിപ്പെടുമ്പോൾ പിശാചിന്റെ ശക്തികൾ ഭയപ്പെടത്തക്ക വിധത്തിൽ ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് യേശുവിൽ വ്യാപരിച്ചതായ ദൈവശക്തി ശത്രു മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് പൈശാചിക ശക്തികൾ കടന്നു വരുവാൻ ഭയപ്പെടും. ഒരു സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്ത് വലിയ ഉണർവുണ്ടാകും. ഒരു ദേശത്ത് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ ആ ദേശത്തെ ദൈവത്തിന്റെ സംരക്ഷണയിൽ ദൈവം കാക്കും. ആ ദേശത്ത് വലിയ ഉണർവുണ്ടാവും. ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ചിലരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ഇടിവിൽ നിന്ന് ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശത്തിലൂടെ ദൈവം താങ്കളോടും പറയുകയാണ്, നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായി നിങ്ങളിൽ ഇടപെടുന്നതായ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് കാണാനായി കഴിയും. ഞാൻ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയും. രണ്ട്, ദൈവദൂതഗണങ്ങളുടെ ഒരു വലിയ സഹായം നമുക്ക് ലഭിക്കാനായി തുടങ്ങും. മൂന്ന്, സ്തോത്രം, നമ്മിലൂടെ ഒരു ദൈവിക അധികാരം വെളിപ്പെടാനായിട്ട് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രാർത്ഥിക്കുന്നതായ
നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വലിയ രൂപാന്തരങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾക്ക് വരുത്തുവാനായി കഴിയും. നിങ്ങളുടെ അകത്ത് നിന്ന് ജ്വലിക്കുന്നതായ ദൈവശക്തി കണ്ടിട്ട് പൈശാചിക ശക്തികൾ വിറയ്ക്കാനായിട്ടിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു തരുന്നത് കാണാനായിട്ടിടയായിത്തീരട്ടെ. ഒരു വലിയ ഉണർവ് നമ്മിലൂടെ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാകാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ കണ്ണുകൾ അടച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പറയുമോ, കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. നിന്റെ കരങ്ങളിലെ ഒരു ആയുധമായി, നിന്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മെ പലപ്പോഴും ശത്രു തോൽപ്പിക്കുകയാണ്. നമുക്ക് മുന്നേറാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പലതരത്തിലുള്ള തടസ്സങ്ങൾ. എന്നാൽ ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. യേശുവിൻ നാമത്തിൽ. കർത്താവായ യേശുവേ, ഈ സമയം അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് ദൈവമേ. അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അടിയൻ സമർപ്പിക്കുകയാണ്. സ്വർഗസപിതാവേ, നിന്റെ അത്ഭുതം ദൈവമേ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് പകരണം കർത്താവേ. അനേക മക്കള് കർത്താവേ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാതെ, ഒരു വാക്കുപോലും പ്രാർത്ഥിക്കാൻ കഴിയാതെ ഞെരുങ്ങിയിരിക്കുന്നവരുണ്ട് കർത്താവേ. എനിക്ക് ആത്മീയമായി വളരണമെന്നുണ്ട്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ ദൈവമേ. അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ, ഒരു വിടുതൽ നടക്കട്ടെ, ഒരു മുന്നേറ്റം നടക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ സഹായിക്കാനായി ഈ സമയം തന്നെ ഇറങ്ങി വരട്ടെ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. അവരിൽ ദൈവം പകർന്നിരിക്കുന്ന ആ ദൈവിക അധികാരം വെളിപ്പെടുന്നതായ നിമിഷങ്ങളായി ദൈവമേ ഈ സമയം മാറട്ടെ കർത്താവേ. നന്ദി. അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അനേകരിൽ എത്തിക്കുക. അനേകർ ഈ സന്ദേശത്തിലൂടെ വിടുവിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.